ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനം ചാലഞ്ച് ചെയ്യാം. അറിയാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഒരു ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻ കിട്ടി. ഞാൻ തുടിക്കരുത്. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് എല്ലാരും ഫ്രീ ആയിട്ട് ഇവിടെ ഉണ്ട് ക്രിസ്മസിന്. അപ്പൊ നമ്മള് ക്രിസ്മസ് വൈബാണ്. നമ്മൾ ഇന്നൊരു ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനം ചാലഞ്ച് ചെയ്യാം. പുതിയതാണ് നമ്മള്. അതെ, നമ്മളാണ് അത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് നമ്മളത് ട്രെൻഡിങ് നിങ്ങളത് ട്രെൻഡിങ് ആക്കണം. അതെ, അപ്പൊ നമ്മുടെ വീഡിയോന്റെ ആ ഒരു ചാലഞ്ചിന്റെ പേര് നമ്മളെല്ലാരും ഒരുമിച്ച് പറയാം. 1 2 3 say who knows me better. Who knows me better. അതെ, ഇവര് 3 പേരിലും ആർക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. അപ്പൊ അതിനു മുന്നേ ഞാൻ ആദ്യം ഇവര് 3 പേരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്നറിയാലോ, ഞാൻ സാൻഡ്ര. ഞാൻ ഒന്നും കട്ട് ചെയ്യത്തില്ല, എല്ലാം ഞാൻ അങ്ങനെ തന്നെ നിങ്ങൾ കാണിക്കട്ടെ. ഇതാണ് എന്റെ റൂംമേറ്റ്, എന്റെ ഇപ്പോഴത്തെ പ്രസന്റ് റൂംമേറ്റ്. ആൻഡ് മേരി എന്നാണ് എന്റെ റൂംമേറ്റിന്റെ പേര്. എന്നെ 5 വയസ്സിന് മൂത്തതാണ്. അപ്പോ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഓക്കെ, ഇത് ക്രിസ്റ്റീന, ഇത് ആൻസിയ. ഇവർ രണ്ടുപേരും നമ്മുടെ അയൽവാസികളാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലെ വാസികളാവും. ഈ വീട്ടിൽ വരും, ഇവിടെ നിന്ന് ആൾക്കാരും മാറിപ്പോവും. അപ്പൊ ഇവര് രണ്ടുപേരും, ഇപ്പൊ നമ്മൾ 4 പേരും ഒരു വീട്ടിലാവാൻ പോവാണ്. ഇപ്പൊ നമ്മള് പല വീട്ടിലാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കൂടുതൽ ഞാൻ ഇനിയിപ്പം പറഞ്ഞ് ലാഗ് എടുപ്പിക്കുന്നത്. നമുക്ക് എന്തിലോട്ട് പോവാം? Who knows me betterലോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡിയാണ്. നമുക്ക് ചോദിക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ഇവർക്ക് അറിയാൻ ചാൻസ് ഇല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ, ആൻസേഴ്സ് ഒക്കെ. ആൻഡ് മേരി നോക്കും, പക്ഷെ ഞാൻ എഴുതുന്നത് അവർക്ക് മനസ്സിലാവും. ഞാൻ അങ്ങനത്തെ രീതിയിലാണ്, എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, ഇവർക്ക് മനസ്സിലാവട്ടെ. അപ്പൊ നമുക്ക് ചോദ്യത്തിലോട്ട് കടക്കാം. കോൺസെൻട്രേഷൻ റൂൾസ് പറയാം. ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇവര് ആരാണ് ആദ്യം കൈ പൊക്കിയിട്ട് അവരുടെ പേര് പറയുന്നത്. ഇപ്പൊ ആൻസിയുടെ പേര് നമുക്ക് സിയ എന്ന് പറയാം. അങ്ങനെ സിയ എന്ന് പറഞ്ഞാൽ അവൾ ആദ്യം ഉത്തരം പറയണം. ആൻ മേരി ആണെങ്കിൽ ആൻ എന്ന് പറഞ്ഞാൽ അവൾ ആദ്യം ഉത്തരം പറയണം. ക്രിസ്റ്റീന ആണെങ്കിൽ ക്രിസ് എന്ന് പറഞ്ഞാൽ അവൾ ഉത്തരം പറയണം. ഇപ്പൊ ആൻ മേരി കൈ പൊക്കിയിട്ട് സിയ എന്ന് പറഞ്ഞാൽ ആൻ മേരിയുടെ ചാൻസ് ഇല്ല, ആൻസിക്കാണ് ചാൻസ്. അപ്പൊ അതൊന്ന് നിങ്ങൾ എല്ലാരും ശ്രദ്ധിക്കണം. കേട്ടല്ലോ? എല്ലാരും നിങ്ങളുടെ സ്വന്തം പേര് പറയാ, എന്നാലും നിങ്ങൾക്ക് ചാൻസ് ഉള്ളൂ. ഓക്കെ, നമുക്ക് ഗെയിമിലോട്ട് ക്രിസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ടീന എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് ഗെയിമിലോട്ട് കടക്കാം. എല്ലാരും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. അടിയൊന്നും പാടില്ല, നിങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്യും. കേട്ടല്ലോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇപ്പോ കറന്റ്ലി ഉപയോഗിക്കുന്ന ഫേസ് മോയ്സ്ചറൈസറിന്റെ പേര്. അവളുടെ പേര് പറഞ്ഞു, അവൾ ഇവർക്ക് ഒരു ചാൻസ് കൊടുത്തു. അപ്പൊ ആൻസിയക്കാണ് ചാൻസ് പോയേക്കുന്നത്. ആൻസിയ, എന്താണ്? ഡവിന്റെ ഫേസ് മോയ്സ്ചറൈസർ. ആൻസിയക്ക് അങ്ങനെ ഒരു പോയിന്റ് പോയിരിക്കുകയാണ് ഗായ്സ്. ആൻസിയ, ഞാൻ ഡവിന്റെ മോയ്സ്ചറൈസർ ആണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. അപ്പൊ ആൻസിയക്കാണ്. ആൻസിയ, ഇവർക്ക് അറിയാം ഇവൾ എന്റെ റൂംമേറ്റാ. ഞാൻ എപ്പോഴത്തെ ഉപയോഗിച്ചു? അല്ല, നീ എന്റെ റൂംമേറ്റ് അല്ലേ? അപ്പൊ പിന്നെ നിനക്ക് അറിഞ്ഞൂടെ നമ്മുടെ എല്ലാ സാധനങ്ങളും ഒരു കബോർഡിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന എന്ത് കാണാനാണ് ഇവിടെ ഇരിക്കുന്നത്? എന്തെങ്കിലും അറിയോ? എന്തെങ്കിലും ഒന്ന് പറയൂ. ഓക്കെ, എന്തായാലും നമുക്ക് ഒരു കാര്യത്തിൽ ഉറപ്പിക്കാം, ക്രിസ്റ്റീന നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഇതേ കാറ്റഗറി പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആദ്യം ചോദിച്ച കാറ്റഗറി. ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീനിന്റെ പേര് പറ. തെറ്റാണെങ്കിൽ ഇവർക്ക് ആർക്കെങ്കിലും പോയിന്റ് പോകും. ലോട്ടസ് എന്തേ? ജോബിയോ? ഒരു ഓറഞ്ച് കളർ സാധനം. കളറാ? ഓറഞ്ച് അല്ല, അതൊക്കെ തലേ തേക്കുന്ന സൺസ്ക്രീൻ അല്ല. എവിടെ നിന്ന് വരുന്നത്? അല്ല, ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീനിന്റെ ബ്രാൻഡിന്റെ പേരാണ്. പോയി തോറ്റു പറഞ്ഞു. ബനാന ബോട്ട്. എനിക്ക് ആ ബ്രാൻഡേ അറിഞ്ഞൂടാ. ക്രിസ്റ്റീന അല്ല, 3 പേരും പോട്ടി ഇല്ല. ഇത് ചാൻസ് 3 പേരും പോട്ടി. ഞാൻ ഉപയോഗിക്കുന്ന
സൺസ്ക്രീനിന്റെ ബ്രാൻഡിന്റെ പേര് മമ അർത്താണ്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു മമ അർത്ത്. അത് ഞാൻ വിന്ററിലാണ് ഇങ്ങോട്ട് വന്നത് കഴിച്ചു. അതൊന്നും പറഞ്ഞ പറ്റില്ല. ഇവൾ എന്റെ റൂംമേറ്റ് ആണ്. ആ സാധനം തുറക്കുമ്പോ എന്റെ കബോർഡ് തുറക്കുമ്പോ അതിനകത്ത് എന്റെ സാധനങ്ങളൊക്കെ ഇരിക്കും. അതൊക്കെ കാണേണ്ടത് ഞാൻ ഇവളുടെ എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇല്ല, ഇവളുടെ എല്ലാം തുറന്നിരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അതാണ് പറഞ്ഞത്. എല്ലായിടത്തും നോക്കുന്നത്. ഇവളും എന്റെ എല്ലായിടത്തും നോക്കും. നെക്സ്റ്റ് എന്റെ ഫേവറേറ്റ് ആക്ട്രസ്. അവിടെ ഇരുന്നോ ക്രിസ്ത്യൻ ഇരുന്നോ. ഒരു ചാൻസും കൂടെ ഉണ്ട്. ഉറപ്പിച്ചാ? അല്ല എനിക്കറിയാലോ. നീ നസ്രിയ. 3 പേരും പറഞ്ഞ പൊട്ടത്തരാണ്. എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആക്ട്രസ് ശോഭന. എല്ലാ ചാൻസും. നെക്സ്റ്റ് എന്റെ ഫേവറേറ്റ് മേക്കപ്പ് പ്രോഡക്റ്റ് മസ്കാര. അത് ഞാൻ പ്രതീക്ഷിച്ചില്ലോട്ടു. അതെങ്ങനെ നിനക്ക് അറിയാം? അപ്പൊ ആൻസിയാണ് ഇപ്പൊ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ആൻസിക്ക് 2 പോയിന്റാണ്. ഇവർ 2 മുട്ട മാത്രം. ഇവിടെ ഞാൻ ജയിക്കുന്ന വിചാരിച്ചതാ. പെട്ടെന്ന് ബാഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ ലോജിക്കലി ചിന്തിക്കണം. ചിന്തിച്ച ആൻസർ പറയണം. ഞാൻ ഡിഗ്രിക്ക് പഠിച്ച സബ്ജക്റ്റിന്റെ പേര്. ബിസിനസ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. അത് സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞ BBA. അമേരിക്ക അങ്ങനെ ഒരു പോയിന്റ് കയറിയ ബാച്ചിലേഴ്സ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. BBA ആണ് ഞാൻ പഠിച്ചത്. അതില് മാർക്കറ്റിംഗ് ആയിരുന്നു എന്റെ സ്പെഷ്യലൈസേഷൻ. അപ്പൊ ആൻമേരി അങ്ങനെ കേറി വന്നേക്കുകയാണ്. ഓക്കെ നെക്സ്റ്റ് മേക്കപ്പ് മേക്കപ്പ് ഇടാത്ത കുട്ടിയാ. പറയുന്നില്ല. ആറാമത്തെ ചോദ്യം. ഫേവറേറ്റ് മന്ത് ഓഫ് ദി ഇയർ. ഇവള് ഭയങ്കര സ്ലോ ആ. ഇവള് പക്ഷെ ഞാൻ പറയുന്നത് ഒരു 1/2 മിനിറ്റ് കഴിഞ്ഞ് അവളെ തലയിൽ കേറത്തുള്ളൂ. ഇവളാണെങ്കിൽ പിന്നെ ആ ചോദ്യം എന്ത് ഉത്തരം എന്ത് എനിക്ക് ബന്ധമില്ല. വെറുതെ കൈ പൊക്കിക്കും. അതെ അതെ, അതുകൊണ്ട് അവൾ അങ്ങനെ ഇരിക്കുന്നത്. പേര് പറ, മന്തിന്റെ പേര്. അധികം ഡിസംബർ. ഡിസംബർ ഇസ് മൈ ഫേവറേറ്റ്. അല്ല, മിക്ക ആൾക്കാരുടെ ഫേവറേറ്റ് മന്ത് ഡിസംബർ ആണ്. സെപ്റ്റംബർ പറയാൻ നിൽക്കുമായിരുന്നു. സെപ്റ്റംബർ എന്റെ ബർത്ത് മന്ത് ആണ്. ബർത്ത്ഡേ മന്ത് അവൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ്. ഓക്കെ, എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്റെ സെലിബ്രിറ്റി ക്രഷ്. ഇപ്പോഴത്തെ അല്ല, ഇപ്പൊ എന്റെ സെലിബ്രിറ്റി ക്രഷ് എനിക്ക് ഇപ്പൊ സെലിബ്രിറ്റി ക്രഷ് ഇല്ല. പക്ഷെ പണ്ട് ഭയങ്കര ഒരു ആളെടുത്ത് എനിക്ക് ഭയങ്കര സെലിബ്രിറ്റിയുടെ അടുത്ത് എനിക്ക് ഭയങ്കര ക്രഷ് ഉണ്ടായിരുന്നു. അത് ആരാണ് എന്റെ സെലിബ്രിറ്റി ക്രഷ്? ഞാൻ പറഞ്ഞു, പറ. ഋതിക് റോഷൻ. ഋതിക് റോഷൻ ആരാധന പോലെ എനിക്ക് പണ്ട് അറിഞ്ഞൂടായിരുന്നു. അറിയോ? മറ്റേത് സൂര്യ. അല്ല, അപ്പൊ വിജയ്. സൂര്യ പറഞ്ഞല്ലോ. അപ്പൊ നിനക്ക് വിജയ് പറയാം. ഇനി എല്ലാവർക്കും ചാൻസ് ഇല്ലേ? ഒന്നുകൂടി ഒരു പ്രാവശ്യം കൂടെ പറ. ലിയോണാർഡോ ഡികാപ്രിയോ. ആരാത്? എനിക്ക് അറിഞ്ഞൂടാ. മലയാളമാണോ തമിഴാണോ? മലയാളമാണ്. ഒരു ക്ലൂ, മലയാളമാണ്. പഴയ നടന പുതിയ നടന. പണ്ടത്തെ സെലിബ്രിറ്റി ക്രഷ് എന്നാ ഞാൻ പറഞ്ഞു. എന്റെ പണ്ടത്തെ എന്ന് വെച്ചാൽ എന്റെ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ സെലിബ്രിറ്റി ക്രഷ്. കുഞ്ചാക്കോ ബോബൻ. ജയൻ. കുഞ്ചാക്കോ ഇത് ആഘോഷത്തിന്റെ രാവ്. ക്രിസ്ത്യനെങ്കിൽ ഒരു മാർക്ക് മാത്രമേ ഇനി ഉള്ളൂ. വേറെ മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അവള് ചുമ്മാ വെറുതെ ഇട്ടതൊക്കെയല്ലേ. പണ്ടത്തെ ആൾക്കാരുടെ സെലിബ്രിറ്റി. പണ്ടത്തെ ആൾക്കാരുടെ സെലിബ്രിറ്റി ക്രഷ് ആണല്ലോ കുഞ്ചാക്കോ ബോബൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ചാക്കോ ബോബൻ. ഇവിടെ അങ്ങനെ ഞാൻ ഇവിടെ പറയാന്ന്. അങ്ങനെ ആകെ ഇത് ഈ ഒരു മാർക്ക് മാത്രമേ അവർക്ക് ഉള്ളൂ. അങ്ങനെ ക്രിസ്റ്റീനയ്ക്ക് ഒരു മാർക്ക് ഈ ഒരു ചോദ്യത്തിൽ. വെൽ ഡൺ ക്രിസ്റ്റീന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ കാനഡയിൽ വന്നിട്ട് ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞു. അവിടെ ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇവിടെ അതെല്ലാവർക്കും അറിയാം ഡിസംബർ ഞാൻ വന്നിറങ്ങിയ ദിവസം 20. എന്ന്? ഡിസംബർ 20 ഞാൻ വന്നിറങ്ങിയതാ. ഉറപ്പിച്ചാ? ഡിസംബർ 20.
Correct. അങ്ങനെ ആൻമേരിയും ആൻസിയും എനിക്ക് ഇല്ലല്ല നിനക്ക് വരാം. ഞാൻ എഴുതി വെക്കുന്നുണ്ട് നിനക്ക് എന്റെ പോയിന്റ്സ് ഒക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ വന്ന ഫ്ലൈറ്റിന്റെ പേര് ഏത്? എമിറേറ്റ്സ്. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു, ബട്ട് കറക്റ്റ് ആൻസർ ആണ്. ഞാൻ എമിറേറ്റ്സിലെ വന്നത്. അവള് ചുമ്മാ കറക്റ്റ് കുത്തിയതാ, എനിക്ക് മനസ്സിലായി. ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് പെട്ടെന്ന് പറയണം, നോക്കരുത്, എണീറ്റൊന്നും നോക്കരുത്. എന്റെ ലാപ്ടോപ്പ് ഏതാണ്? ഡെൽ. ആരെ? ക്രിസ്റ്റീന നെക്സ്റ്റ് പറഞ്ഞു. അയ്യോ എനിക്കറിയാം. പറ. ഇല്ലില്ല, ക്രിസ്റ്റീന. മറ്റേ ഏസസ് ആസാണ്. അസൂസ്. ആസൂസ്. തെറ്റ്. അതാണ് പറയുന്നത്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഒന്ന് സമയം എടി, നീ ലാസ്റ്റ് പറ, അതാണ് നല്ലത്. അപ്പൊ തെറ്റ് പറഞ്ഞിട്ട് ലാസ്റ്റ്. ഓ, ആൻമേരിയും ആൻസിയും പിന്നെയും ഇഞ്ചോട് ഇഞ്ചു പോരാട്ടം കാഴ്ചവെച്ചോണ്ടിരിക്കുകയാണ്. ഇല്ല, നിനക്ക് 3, അവക്ക് 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ കറണ്ട് ലിപ്സ്റ്റിക്കിന്റെ ബ്രാൻഡ് ഏതാണ്? സെഫോറയുടെ ലിപ്സ്റ്റിക് ആണ് അല്ലേ? പറ, ഏത് ബ്രാൻഡ് പറ. സെഫോറയാണോ ബ്രാൻഡ്? സെഫോറയുടെ ലിപ്സ്റ്റിക് ആണ്. സെഫോറയാണ്, സെഫോറയുടെ ബ്രാൻഡാണ്. സെഫോറയുടെ ബ്രാൻഡ് ലിപ്സ്റ്റിക് ആണ്. ഇച്ചിരി കൺഫ്യൂഷൻ വന്നു. അല്ല, സെഫോറയിൽ ഇനി സ്പെസിഫിക് ആയിട്ട് വേറെ ബ്രാൻഡ്. ഇത് ആൻമേരിയുടെ ലിപ്സ്റ്റിക് ആണ്. എന്റെ റെഡ് ലിപ്സ്റ്റിക് ഇല്ല. അവൾക്ക് ഇപ്പൊ അറിയിക്കണം ഞാൻ ഇട്ടേക്കുന്ന ആൻമേരിയുടെ ലിപ്സ്റ്റിക് ആണെന്ന്. അതുകൊണ്ടാണ് അവള് പറഞ്ഞത്. അതെ, അതുകൊണ്ട് അവള് പറഞ്ഞു ഇത് എന്റെ റെഡ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ ഫേവറേറ്റ് യൂട്യൂബർ. ആദ്യം ചട്ടമ്പീസ്. ചട്ടമ്പീസിന് ഇഷ്ടമാണ്, പക്ഷെ ചട്ടമ്പീസ് അല്ല. ആ സൈഡിൽ നിന്നുള്ളവരാണോ? ഏത് സൈഡ്? ചട്ടമ്പീസ്. അതൊന്നും പറയാൻ പറ്റത്തില്ല. യൂട്യൂബ് അതെ, അവരെവിടെ ഉള്ളവരാണെന്ന് എനിക്കറിഞ്ഞൂടാ. പറയാം, കാർത്തിക് സൂര്യ. പള്ളിമണി. ഇല്ലല്ല, പക്ഷെ ഇവള് പേളിന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവക്ക് കിട്ടുമായിരുന്നു. ഞാൻ പൊളി പറയാൻ അത് വമ്മാർത്ത് അവള് പരസ്യം ചെയ്തിട്ടുണ്ടല്ലേ. എന്റെ ഫേവറേറ്റ് യൂട്യൂബർ, വൺ ഓഫ് ദ ഫേവറേറ്റ് യൂട്യൂബർ പേളിമണിയാണ്. നെക്സ്റ്റ്, എനിക്ക് ഏറ്റവും കൂടുതൽ മറന്നിട്ടില്ല, അതിനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ള ഡ്രസ്സിന്റെ കളർ, ഏറ്റവും കൂടുതലുള്ള കളർ ഏത് ഡ്രസ് ആണ്? ക്രിസ്. റോസ്, പിങ്ക്, നെക്സ്റ്റ് ബ്ലാക്ക്. ഒരേ ലെവലെത്തി. എനിക്ക് ഒത്തിരി ബ്ലാക്ക് ഉണ്ട്. എനിക്ക് എന്റെ ഇതെടുത്ത് നോക്കിയാൽ കാണാം. ബ്ലാക്ക് പിങ്ക് ഉണ്ട്, പക്ഷെ പിങ്കിനെക്കാട്ടും കൂടുതൽ ബ്ലാക്ക്. പിങ്ക് എനിക്ക് ആകെ ആ ഹൂഡി ഉണ്ട്, പിന്നെ പിങ്ക് ടോപ്പ്. അതല്ല, അത് വീട്ടിൽ ഇടുന്ന നൈറ്റ് വെയർ ഒക്കെ എന്താ, അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നാലും എനിക്ക് പിങ്ക് ഡ്രസ് ഉണ്ട്, പക്ഷെ അതിലും കൂടുതലുള്ളത് ബ്ലാക്ക് ആണ്. അവളത് പറഞ്ഞത്, പക്ഷെ അവള് ബുദ്ധിപരമായിട്ട് പറഞ്ഞു. കാരണം കാനഡ ഒന്നും ഏറ്റവും കൂടുതലുള്ളവർക്ക് ബ്ലാക്ക് ഡ്രസ്സുകളാണ് കൂടുതൽ. ബ്ലാക്ക് ആണ് എല്ലാവരും എപ്പോഴും കോമൺ കളർ അല്ലേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് ഇന്ത്യ. ചാളി ചിരിക്കാൻ നോക്ക്, 2 നിമിഷം സൈലന്റ് ആകാം. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് എപ്പിസോഡ് അല്ലെങ്കിൽ ഷോ. എനിക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ട, ഇവിടെ വന്നിട്ട് നാട്ടിൽ നിന്ന് ഇഷ്ടപ്പെട്ടല്ല, ഇവിടെ വന്നിട്ട് എനിക്ക് ഒരു സംഭവം കഴിച്ചപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് കഴിച്ച സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊരു മധുരത്തിന്റെ സംഭവമാണ്. അത് ഏതാണ്? എന്താ പറയാ പേര്? കറുത്തിട്ടുള്ള ബ്രൗണി.
ചാൻസ് പോയി. നെക്സ്റ്റ് ക്രിസ്റ്റീന. ഒരു ക്ലൂതാ അല്ല എടി ബ്രൗണി ഞാൻ നാട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് കഴിച്ചല്ല. ഫ്രൂട്ട് ആണോ മധുരമുള്ള വെജിറ്റബിൾ ഒന്നും അല്ല, ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് കഴിക്കുന്നത്. ഇപ്പൊ ആൻസർ പറയരുത്, ഇവള് പേര് പറഞ്ഞു, ഇവള് പറഞ്ഞിട്ട് ഇനി ആർക്കെങ്കിലും ആൻസർ പറയാൻ പറ്റും. വെള്ളം മറ്റേ മധുരമുള്ള സാധനമാണ്, സ്വീറ്റ് ആണ്, മധുരമുള്ള ഒരു സാധനമാണ്. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കഴിച്ചത്, ഉണ്ടാക്കി കഴിച്ചതല്ല, മേടിച്ച് കഴിച്ച. ക്രോസോൺസ് വല്ലാണോ? നാട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. ചാൻസ് അടുത്ത സ്വീറ്റ് ഐറ്റം ആടി. നാട്ടിൽ നിന്ന് കഴിച്ചിട്ടേ ഇല്ല. നിനക്ക് അറിയത്തില്ലേ? നാട്ടിൽ നിന്ന് കഴിച്ചില്ല, ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്നേ. ഇവിടെ വന്നിട്ടാണ് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് ഡ്രിങ്ക് അല്ല, ഒരു സംഭവമാണ്, ഒരു സംഭവം. സ്നാക്ക്, ഒരു ഡെസേർട്ട് സ്വീറ്റ് ആണ്. സ്വീറ്റ് ആണ്, ഭയങ്കര സ്വീറ്റ് ആണ്. അത് ഇവിടെ വന്നിട്ടാണ് എന്നെ ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇല്ല ഇവിടെ ചാൻസ് ഉണ്ട്. ഇവിടെ വന്നിട്ടാണ് പറഞ്ഞത്. സമയം കഴിഞ്ഞു. അതെന്താണ്? ഇല്ല, നിന്റെ ആദ്യത്തെ പക്ഷെ പേട പേട നാട്ടിൽ നിന്ന് കിട്ടും. കഴിഞ്ഞു. മിസ്റ്റർ പഫ്സ്. മിസ്റ്റർ പഫ്സ് ആണ് എനിക്ക് ഏറ്റവും. മിസ്റ്റർ പഫ്സ് എന്ന് പറഞ്ഞ ഒരു സ്വീറ്റ് ഒരു സാധനം ഉണ്ട്, അതെ ഇവളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മിസ്റ്റർ പഫ്സ് ആ സ്റ്റോറിന്റെ പേരാ. മിസ്റ്റർ പഫ്സില് ആ സാധനമാണ് എനിക്ക് ഇഷ്ടം. അത് എന്താണെന്ന് അതിനെന്തോ ഒരു സംഭവം, അതാണ് എനിക്ക് ഇഷ്ടം, ഏറ്റവും ഇഷ്ടമുള്ള സ്വീറ്റ് എന്ന് പറഞ്ഞപ്പോ മറ്റേ പേട ജിലേബി അങ്ങനത്തെ ഐറ്റംസ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞു, അതാണ് ഞാൻ പറഞ്ഞേ, നാട്ടിൽ നിന്ന് ഞാൻ കഴിക്കാത്ത സംഭവം, മീൻസ് നാട്ടിൽ നിന്ന് കഴിച്ചതല്ല. പിന്നെ ഇവിടെ സമോസ സമോസ കഴിച്ചായിരുന്നു. ഞാൻ ഫുഡിലെല്ലാം ഇഷ്ടമാണ്. കഴിക്കുന്ന ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രേ ഉള്ളൂ ചോദ്യം. അപ്പൊ ഇതിന് നീ അല്ലേ പറഞ്ഞേ? സോ ടൈ ആണ് നമ്മുടെ ക്രിസ്റ്റീന. പക്ഷെ ക്രിസ്റ്റീനയ്ക്ക് 3 പോയിന്റും ആൻസിയയ്ക്കും ആൻമേരിക്കും 4 പോയിന്റിൽ അവര് ടൈയിലാണ്. അപ്പം ടൈ ബ്രേക്കർ ഒരു ക്വസ്റ്റ്യനും കൂടെ വേണമല്ലോ. ആ ക്വസ്റ്റ്യൻ ഞങ്ങൾ തല്ലി തീരുമാനിക്കൂല. ടൈ ബ്രേക്കർ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ഈ വിജയ്, ഈ ഒരു ഇന്നത്തെ എപ്പിസോഡിന്റെ ഈ വിജയനെ തീരുമാനിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ക്രിസ്റ്റീന തോറ്റെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ക്രിസ്റ്റീന മികച്ച 3 ചോദ്യങ്ങൾക്കാണ് ഉത്തരം പറഞ്ഞത്. ആദ്യം കുഞ്ചാക്ക ബോബൻ, 2 3 ചോദ്യങ്ങൾ, അത് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ക്രിസ്റ്റീന 3 മാർക്കോടെ ഈ കളിയിൽ നിന്നും പടിയിറങ്ങി. ഇവർ രണ്ടുപേർക്കും 4 മാർക്ക് ആയതുകൊണ്ട് നമുക്ക് ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നമുക്ക് വെക്കാം. സോ ദ ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻ ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ വേറെ ക്വസ്റ്റ്യൻ ഒന്നും കിട്ടാന്ന് ഞാൻ ചോദിക്കാണ്. ശ്രദ്ധിച്ച് പെട്ടെന്ന് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നിങ്ങൾ പറയണം, എന്നാലും നിങ്ങൾക്ക് രണ്ടുപേർക്ക് ആൻസർ അറിയായിരിക്കും. ഓക്കെ, എനിക്കറിയണ്ട. ഞാൻ അവസാനമായിട്ട് ഇട്ട റീൽ എന്താ? എനിക്കറിയില്ല. അതാണ് ഞാൻ ഇട്ട റീല്. അപ്പം മേരി റീല് ലൈക്ക് ചെയ്തിട്ടില്ല, കമന്റ് ചെയ്തിട്ടില്ല. അല്ല, അവള് കമന്റ് ചെയ്യും, പൊട്ട കമന്റ് ഒക്കെ അവളാ ചെയ്തത്. ഇല്ല, ഞാൻ കുറെ നാളെ കമന്റ് ചെയ്തിട്ട്. അപ്പൊ അവസാനത്തെ ആ ചോദ്യത്തിന് നമുക്ക് ടൈ ബ്രേക്കർ ആദ്യം പറഞ്ഞത് ആൻമേരി ജയിക്കുന്നതാണ്, എന്റെ റൂംമേറ്റ് ജയിക്കുന്നതാണ്. കാരണം ഞാൻ വിചാരിച്ചു എന്നെ മനസ്സിലാക്കിയത് അല്ല, കുറച്ച് ഇവളുടെ പേഴ്സണൽ കുറച്ച് കാര്യങ്ങൾ അങ്ങനത്തെ ഇതറിയായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇപ്പൊ ഫേവറേറ്റ് ഫുഡ്, ഫേവറേറ്റ് കളർ, അങ്ങനെ കുറച്ച് കോമൺ കാര്യങ്ങൾ അറിയാം. അതൊന്നും ചോദിച്ചില്ല. അത് ഞാൻ ചോദിക്കും, എല്ലാവർക്കും അറിയാം എന്റെ ഫേവറേറ്റ് ഫുഡ്. ഈ മുട്ടയാണ്. ഇല്ല, എന്റെ ഫേവറേറ്റ് ഫുഡ് ബിരിയാണിയാണ്. മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഈ നാട്ടിലെ ഫ്രണ്ട്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ കമന്റിൽ വരും മുട്ട. ഓക്കെ, അപ്പം ഈ ഒരു നിനക്കറിയായിരുന്നു ഇവളുടെ ലാസ്റ്റ് റീൽ ഏതാന്ന്? ശരിയാ. അപ്പൊ ഈ വീഡിയോ ഇതോടുകൂടി കഴിഞ്ഞു, അവസാനിപ്പിക്കുകയാണ്. ഇതേപോലുള്ള നമ്മള് കുറച്ച് വിജയിക്ക് നമ്മളിപ്പോ കാണിച്ചിരുന്നു. ക്രിസ്ത്യൻ മോശം എഡിറ്റ് എന്താ മോശം എന്ന് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മള് ആൻസിനെ പൊന്നാട് അണിയിച്ച് നമ്മള് അങ്ങനെയൊക്കെ ചെയ്യാൻ ആ ഡോറ് തുറന്ന് ഇറങ്ങി. ഇതുമാതിരത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് ഇമാതിരത്തെ എല്ലാരും പറയും ഭീകരത്തെ വീഡിയോ ചെയ്യല്ലേ. ഓക്കെ ഗൈസ്, until the next video, bye.